ഹലോ ജിത്തു, നീ എവിടെയാ? ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പോണു. ഇറങ്ങാൻ പോകുന്നതേ ഉള്ളോ? എടാ ഇനി എപ്പ എത്താനാ? എടി ഞാൻ പെട്ടെന്ന് എത്തിക്കോളാം, നീ ടെൻഷൻ അടിക്കല്ലേ, എത്തിക്കോളാം. എടാ ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും എനിക്കത് ചെയ്തേ പറ്റൂ. നീ കുറേ നാളായിട്ട് എന്നെ പറ്റിച്ചോണ്ടിരിക്കോ. വരാനെങ്ങാനും ലേറ്റ് ആയ ഞാൻ ദേ അങ്ങോട്ട് വരും. എന്റെ സ്വഭാവം അറിയാലോ. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഞാൻ അടങ്ങിരി, ഞാൻ വന്നോളാം, പെട്ടെന്ന് വന്നോളാം. ശരി, ബൈ. പുൽകി പുൽകി പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കൃഷ്ണ കൃഷ്ണ, എന്താ പറ്റേ? എന്ത് നീ ഇങ്ങനെ കൂണെന്തിനാ? എടാ ഞാൻ പാട്ട് പ്രാക്ടീസ് ചെയ്തതാ. ഇങ്ങനെയാണോ പാട്ട് പ്രാക്ടീസ് ചെയ്യണ? മറ്റുള്ള പരിപാടിക്കെല്ലാം പോയാ പോരെ എന്റെ ടീന്. ചാരു, ഇതൊരു കാര്യം ഞാൻ പറയാം. എന്റെ തടിയെ നിങ്ങൾ കുറ്റം പറഞ്ഞോ, എന്റെ തീറ്റപ്രാന്തനെ നിങ്ങൾ കുറ്റം പറഞ്ഞോ, എന്റെ മുടിയെ നിങ്ങൾ കുറ്റം പറഞ്ഞോ, പക്ഷേ എന്റെ പാട്ടിനെ കുറ്റം പറഞ്ഞ ഞാൻ സഹിക്കൂല. ഞാൻ കാര്യമായിട്ടല്ലേ പറഞ്ഞത്. ഇങ്ങനെയാണോ പാട്ട് പാടുന്നത്? ലുക്ക് ചാരു, സിൻസ് ലാസ്റ്റ് 12 years I am a professional singer. You know that? ഇങ്ങനെ പാടുന്ന നീയാണോ പ്രൊഫഷണൽ സിംഗർ? എന്താണ് എന്റെ പാട്ടിനൊരു കുഴപ്പം? ഒരു പുഞ്ഞം നിനക്ക്? എന്റെ പൊന്നിടീനെ, നീ ഈ പാട്ട് ശരിക്കും കേട്ടിട്ടുണ്ടാ? അല്ല ഞാൻ ഇപ്പൊ കേൾപ്പിച്ചത്. ഒരു മിനിറ്റ്. വേണ്ട വേണ്ട വേണ്ട, അല്ലല്ല, ഞാനിത് കേട്ട് തന്നെയാണ് പഠിച്ചേക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ചിത്രാജിക്ക് ചിത്രാജിയുടേതായിട്ടുള്ള സ്റ്റൈല്, ടീനാജിക്ക് ടീനാജിയുടേതായിട്ടുള്ള സ്റ്റൈല്. ടീനാജിയോ? ഹോ, സംഭവം തന്നെ. ഒന്ന് പോടെ, പറ്റുന്ന പരിപാടിക്ക് എന്തെങ്കിലും ചെയ്യുന്നേ. അല്ലെങ്കിൽ ഇവിടെ ഉള്ളവന്മാർക്ക് എന്റെ കഴിവിനെ അംഗീകരിക്കാനുള്ള മനസ്സൊന്നുമില്ല, നിനക്കടക്കം. എന്തൊരു കുശുമ്പാണ് നിങ്ങൾക്കൊക്കെ. നല്ല കുശുമ്പ. ഇപ്പോഴെങ്കിലും മോൾക്കത് മനസ്സിലായി. അല്ല നീ എന്തിനാ ഈ രാവിലെ തന്നെ ഇട്ട് കീറി പൊളിച്ചത്? അതെ, നമ്മുടെ നാട്ടിലെ ഉത്സവല്ലേ അമ്പലത്തില്, അവിടെ ഞാനാണ് ഓപ്പണിംഗ് സോങ് പാടുന്നത്. എന്താണ് ഓപ്പണിംഗ് സോങ്? അതിൽ ക്ലോസിംഗ് സോങ് ആവണ്ടിരുന്നാ മതിയായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാ? ഒന്നും പറഞ്ഞില്ല, നീ പാടിക്കോ. എന്തായാലും നിന്റെ നിലവിളി കാരണം അലാറം അടിക്കണതിന് മുന്നേ എഴുന്നേക്കാൻ പറ്റി. ഓഫ് ചെയ്തേക്കട്ടെ പാവന്റെ അലാറം. അതെ, എനിക്ക് കഴിഞ്ഞിട്ട് ബാത്റൂമിലൊന്നും പോണ്ടേ? പോണം. എന്നാ പോയി എനിക്ക് ചരണം കൂടെ ഒന്ന് പാടി ഫിക്സ് ചെയ്യണ്ട. ദൈവമേ, ഇനി ഇവളുടെ ചരണം കൂടി കേട്ടിട്ട് വേണം. ബാക്കിയുള്ളവർക്ക് ഫിക്സ് വരാണ്ട് നോക്കിക്കോ എന്ന് എന്റെ ഉള്ളു പറയുമായിരുന്നു. എന്തൊരു അസൂയാണ് ഇവളുമാർക്കൊക്കെ, എന്റെ കഴിവിന് അംഗീകരിക്കത്തൂല. കുട്ടാ, ഒരു കാര്യം കൂടി, ഇനി കൃഷ്ണാന്ന് പാടുന്നത് കുറച്ച് മയത്തില് കൃഷ്ണാന്ന് പാടിക്കഴിഞ്ഞാൽ അപ്പുറത്തെ പറമ്പിൽ കെട്ടിയിട്ടാണ് പശുക്കൾ കയറ് പൊട്ടിച്ച് ഓടാണ്ട് അവിടെ തന്നെ സേഫായിട്ട് നിൽക്കും. അഥവാ കയറ് പൊട്ടിച്ച് പോവുകയാണെങ്കിലേ നീ ആ വീട്ടുകാർക്ക് കഷ്ടപ്പെട്ട് പൈസ മുടക്കി പശുവിനെ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. സോ ബി കെയർഫുൾ. കേട്ടല്ലോ കുട്ട. ഞാനേ ഉത്സവത്തിന് പാടി ഞാൻ തകർത്ത് കാണിച്ചു തരാം. കാർമുകിൽ ശരിയാവുന്നില്ലല്ലോ. കാർമുകിൽ വർണ്ണന്റെ കൃഷ്ണ കൃഷ്ണ സൂപ്പറായിട്ട് പാടുന്നുണ്ടല്ലോ. ആണോ? എന്റെ പൊന്നു പിങ്ങിക്കെങ്കിലും എന്റെ കഴിവ് അംഗീകരിക്കാനുള്ള മനസ്സുണ്ടല്ലോ. ഇവിടെ ഉള്ളവർക്കൊന്നും അതില്ലെന്നേ. ആണോ? അല്ല ഇതിപ്പോ എന്തെങ്കിലും പാടി പഠിക്കുന്നേ? അത് നമ്മുടെ ഈ നാട്ടിലെ ഉത്സവത്തിന് ഞാനാണ് ഓപ്പണിംഗ് സോങ് പാടുന്നത്. ഓ സൂപ്പർ. പിന്നെ ഞാൻ ഇതിന്റെ ഇംഗ്ലീഷ് വെർഷൻ എഴുതിയിട്ടുണ്ട്. ആണോ? അത് കൊള്ളാലോ. എന്തായാലും ഞാൻ വേണമെങ്കിൽ ടീനയ്ക്ക് ഇത് പഠിപ്പിച്ചു തരാം. പിന്നെ ടീന ഇത് പാടുന്നതിനേക്കാളും നല്ലത് എൻ്റെ ഇംഗ്ലീഷ് വെർഷൻ സോങ് പാടുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ആ നാട്ടിൽ നല്ല ഇമേജ് കിട്ടും. അത് വേണമെന്നില്ല. അല്ല എനിക്ക് തോന്നുന്നു ലിറിക്സ് എൻ്റെ മൊബൈലിലുണ്ട്. ഒരു മിനിറ്റ്. വേടാ, അത് വേണമെന്നില്ല. നോ പ്രോബ്ലം ടീന, തനിക്ക് എന്തായാലും അത് ഒരുപാട് ഇഷ്ടപ്പെടും. ജസ്റ്റ് ലിസൺ. നോക്കട്ടെ. കിട്ടി. പാടട്ടെ. In the lips of black-colored clouds, blending inside of the flute, falling and sleeping Sri Ragame. Actually, Kannan forgot to hug Krishna. Oh my dear Krishna, Krishna. നല്ല ബെസ്റ്റ് ടീം ഒരുമിച്ചുണ്ടല്ലോ. തകർക്ക്.
എന്റെ പൊന്ന് കൃഷ്ണ നിന്നെ നീ തന്നെ കാത്തോളണേ. നല്ല പാട്ടല്ലേ? നല്ല പാട്ട്. ക്യാരി ഓൺ ക്യാരി ഓൺ. അമ്മേ അവളോട് പോവാൻ പറ. അതെനിക്കറിയാം. എന്റെ ലിറിക്സ് എങ്ങനെയാണ്? ലിറിക്സ് ഒക്കെ അടിപൊളിയാ, കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് പിങ്കി. എന്താ? നമ്മുടെ ഉത്സവത്തിന് വരുന്നൊക്കെ സാധാരണക്കാരല്ലേ, അപ്പം അവർക്ക് ഈ ഇംഗ്ലീഷ് ഒക്കെ മനസ്സിലാവോ? നെക്സ്റ്റ് വേറെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ ട്രൈ ചെയ്താലാ? ഓക്കെ, പക്ഷെ ഇത് പാടിയിരുന്നെങ്കിൽ തന്റെ ഇമേജ് അങ്ങ് ഹൈ ലെവലിൽ പോയേനെ. പക്ഷെ ഇത്തവണ വേണ്ട. എന്താ കുഴപ്പമില്ല, തന്റെ പ്രാക്ടീസ് നടക്കട്ടെ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഞാൻ അങ്ങോട്ട്. ഓ ശരി ശരി. ബൈ. ഓ എന്റെ കണ്ണാ, ഇവള് ബാത്റൂമിന്റെ ഡോർ അടയ്ക്കാതെയൊക്കെ പോയേക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ ടീനാജി? കാർമുകിൽ എടാ ഭാവി, നീ എന്താ ഞങ്ങളുടെ കിച്ചണില്? ഞാൻ നിന്നെ തപ്പി വന്നതാ, നിന്നെ കാണാത്തോണ്ട് ചായ ഇടാന്ന് വിചാരിച്ചു. പിടി പവി സ്പെഷ്യൽ ടീ. എനിക്കാ? യാ കുടിച്ചോ, ബരല് കുടിച്ചോ. എപ്പടി? പരവായില്ല, എന്തായാലും എന്റെ അത്ര ഇല്ല. ആഹാ, അത് കേരള ടീ, ഇത് തമിഴ്നാട് ടീ. എങ്ങനെയുണ്ട്? ഓ കൊള്ളാം. നീ എന്താ ഇവിടെ? ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നേന്ന്. എന്തായാലും അമ്മ കണ്ണിന് മുമ്പ് വേഗം വെക്കോ. അമ്മാവനോ? അമ്മാവൻ പുറത്തോട്ട് പോകുന്ന കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ഇനി ഈ ഇടയ്ക്കൊന്നും വരില്ല. അങ്ങനെ. അപ്പൊ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് മോൻ ഇവിടെ ഒന്ന് ധൈര്യമായിട്ടിരിക്കുന്നത് അല്ലേ? എന്തായാലും വന്ന കാര്യം എന്താന്ന് പറ. വന്നാലും കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താ പറ. എനിക്ക് നിന്റെ അച്ഛനും അമ്മയും കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് അറിയാനുണ്ട്. എന്തിനെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കുറിച്ച് കുറച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്റെ പൊന്നു ഭവി, അതൊന്നും പോസിബിൾ അല്ല. നീ വെറുതെ നിന്റെ ടൈം വേസ്റ്റ് ചെയ്യാണ്ടിരിക്കും. പോസിബിൾ അല്ലെന്നാ? ഞാനേ ഒരു ഡിറ്റക്റ്റീവ് ജേർണലിസ്റ്റ് ആണ്, കപ്പലിന്റെ കച്ചവടക്കാരനല്ല കേട്ടാ. ഞാൻ അന്വേഷിച്ച കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. എന്റെ പൊന്നു ഭവി, ആ ഡീറ്റെയിൽസ് ഒന്നും എൻ്റെ കയ്യിലില്ല. എനിക്ക് ഓർമ്മയുള്ള സമയം തൊട്ടേ ഞാൻ ഓർഫണാണ്. എനിക്കത്ര അറിയുള്ളൂ. അല്ല, നിനക്കിപ്പോൾ എന്തിനാ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ? എനിക്ക് അവരുടെ അടുത്ത് പ്രതികാരം ചെയ്യാം. പ്രതികാരം ചെയ്യാനാ? എന്നെപ്പോഴും കൊച്ചിനെ ഒറ്റയ്ക്കാക്കി പോയാൽ പ്രതികാരം ചെയ്യണ്ടേ? പിന്നെ ഞാൻ അല്ലേ ഉള്ളൂ പ്രതികാരം ചെയ്യാൻ. ഒന്ന് പോയടാ, അവർക്ക് എന്നെ വേണ്ടാന്ന് തോന്നിക്കാണും, അതുകൊണ്ടായിരിക്കുമല്ലോ ഇട്ടിട്ട് പോവുക. എനിക്കതിൽ യാതൊരു സങ്കടവും ഇല്ല. എന്തിന്? അല്ല, ഈ വിഷമം വരുമ്പോ അടുത്തേക്കുന്ന ആളെ ഹഗ് ചെയ്യണമെന്ന് മനഃശാസ്ത്രജ്ഞൻ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറയുന്നത്. നീ പറയാൻ ഉദ്ദേശിക്കുന്നതും അല്ല എനിക്ക് മനസ്സിലായി. വേണ്ട, എനിക്ക് വേണ്ട. ഹഗ് വേണ്ട. വേണ്ട, ഞാൻ നല്ല വേണ്ട. കുഴപ്പമില്ല. ഈ അച്ഛൻ്റെ അമ്മയാണ് പിക്കി. പിക്കും? ഞങ്ങൾ തമ്മിൽ ഒന്നാമത്തെ ശത്രുക്കളാണ്. അത് മാത്രല്ല, അവളിപ്പോ അമ്മാവന്റെ പെറ്റും കൂടിയാ. അമ്മാവൻ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ. നീ എവിടെയും കയറി വിളിക്ക്. എന്താ? സ്ട്രെച്ച് ചെയ്തതാ. വേറെ വല്ല നമ്പർ ഉണ്ടെങ്കിലേ അത് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. എന്താ പറഞ്ഞ? കേട്ടില്ലായിരുന്നോ? ഇല്ല. ഈ നമ്പരൊക്കെ ഞാൻ കൊറേ കണ്ടിട്ടുള്ളതാ. വേറെ വല്ല നമ്പർ ഉണ്ടെങ്കിൽ അതിടാൻ. ഓ, എന്റെ നമ്പറിനെ പറ്റിയല്ലേ? അതെ. അതൊക്കെ പറ. നീ ആരാടി? നീ എന്നെ കളിയാക്കിയത് പോലെ ഞാൻ ആരാന്ന് ചോദിക്കുവാണോ? അതെ, ഞാൻ കളിയാക്കും. ഞാൻ ചിലപ്പോ നമ്പർ ഇടും. നീ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് കുറച്ച് പ്രശ്നമുണ്ട്. അതെനിക്ക് ആദ്യം കണ്ടപ്പോഴേ തോന്നിയതാ. പറയണ ആൾക്ക് പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അതെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പോവാൻ റെഡി ആയതല്ലേ? പോയിക്കൂടെ? ഞാൻ പോവാ. ഇത്ര ഒരു കോക്കറി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയ്യേ, ആര് കോക്കറി കാണിച്ചേ? നീ തന്നെ. നീയല്ലേ ഇപ്പൊ കോക്കറി കാണിച്ചോണ്ടിരിക്കുന്നത്? കാണിച്ചത് തനിക്ക് അറിയത്തില്ലേ? ഇവക്ക് ഭ്രാന്താണൊന്നും. എനിക്കും അറിയാം. എന്നെ നോക്കി കോക്കറി കാണിക്കുന്ന
എവിടെ പോണ ജെറ്റ് വിട്ട പോലെ ജെറ്റ് വിട്ട പോലെ അവിടെ പോണം. ഞാൻ അവിടെ പോയാലും ഇയാൾക്ക് എന്തുവാ അത് എന്ത് കാണിക്കാനാ? എന്താ കാണിക്കാനോ? എനിക്കറിയേണ്ട കാര്യമുണ്ട്. അറിയേണ്ട കാര്യമുണ്ടെന്നാ? ഞാൻ കണ്ട അപരിചിതന്മാരുടെ അടുത്ത് പോണം പറഞ്ഞ ഡീറ്റെയിൽസ് ഞാൻ പറയാറില്ല. നീ പക്ഷെ എൻ്റെ അടുത്ത് പറയേണ്ടി വരും കേട്ടാ. എന്ത് പ്രശ്നം? എന്ത് പ്രശ്നമൊന്നുമില്ല. നീ മുടിയിൽ എന്തിനാ ചെയ്യണത് ഇത്ര വളരെ? മുടി അത് ഞാൻ വളർത്തിയല്ല, തനിയെ വളർന്നതാ. തമാശ. നമുക്കൊന്നും വളരുന്നില്ലല്ലോ ഇതുപോലെ. അതിനിപ്പോ ഞാൻ എന്തോ ചെയ്യണം? ഇയാളൊന്ന് വഴി മാറാവും. നീ ചൂടാവല്ലടാ മോനെ, നീ സമാനപ്പെട്. ചേട്ടൻ ചോദിക്കട്ടെ, സമാനപ്പെട് കേട്ടാ. ചോദിക്കൊന്ന് ചോദിക്കാം. മറ്റേ പെണ്ണില്ലേ, മറ്റേ പെണ്ണില്ലേ പിങ്കി, അവളോട് നിനക്ക് എന്താണ് ബന്ധം? ഞങ്ങള് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാ. മോറോ ഷീസ് മൈ ഗേൾ ഫ്രണ്ട്. എന്തേ? എങ്ങനെ ഗേൾ ഫ്രണ്ട് ആണെന്ന് എന്റെ? പൈസയുള്ള വീട്ടിലെ പെണ്ണിനെ പ്രേമിക്കുകയാണല്ലേ വളച്ചെടുത്തിട്ട്? എന്ത് എന്ത് മനസ്സിലായില്ല. എന്ത്? അല്ല, പൈസയുള്ള വീട്ടിലെ പെണ്ണുങ്ങളെ പ്രേമിച്ച് നൈസിനെ വളച്ചെടുക്കുകയാണെന്ന്. നോൺസെൻസ് ആയി ടോക്കിംഗ് അബൌട്ട് മീ? നോൺസെൻസ്. എന്തോ പറയണത്? എനിക്ക് പ്രേമത്തിനെ കുറിച്ച് എന്തോ അറിയുന്നത്? എനിക്ക് പലതും അറിയാം. മണിയും പ്രേമവും കൂടി എങ്ങനെയാണ് ബ്ലെൻഡിങ് ചെയ്യാൻ പറ്റുന്നത്? ആ ഒരു മനുഷ്യൻ തന്നെയാണ്. ജ്യൂസിലിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. മണി ഇസ് ജസ്റ്റ് എ കമോഡിറ്റി മാൻ. ഇറ്റ്സ് എ ടാഞ്ചിബിൾ കമോഡിറ്റി. പക്ഷെ ലവ് അങ്ങനെയല്ല. ഇറ്റ്സ് പ്യുവർ ഫീലാണ്. കേട്ടാ? യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സെയിങ്? ഇവിടെ ചൂടാവലടാ നീ. ചൂടാ. എന്താണ് നിന്റെ ജോലി? എന്താണ്? ഞാൻ സ്റ്റുഡന്റാ. സ്റ്റുഡന്റാ? കൊമേഴ്സ് സ്റ്റുഡന്റാ നീ? ചുമ്മാ അല്ല നീ ഈ രീതിയിലൊക്കെ സംസാരിച്ചത്. ലവിന് ആര് ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചാലും ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ. ചിലപ്പോ അവന്മാരെ കൊന്നൊന്നും വരും. ആരെ കൊന്നു? അങ്ങനെ സംസാരിക്കണമാരെ കൊല്ലൊന്നുമില്ല, അത് വേറെ കാര്യം. അത് നീ വിട്. ആരെ കൊല്ലാന്ന് പിന്നെ നീ കാണിക്കും. ബേബി, നീ എന്താ ഇവിടെ നിക്കുന്നേ? ഞാൻ ഇവന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവനോട്ട് നിനക്ക് എന്തോ സംസാരം? എന്തോ സംസാരം എന്നാ? ഇവ എന്റെ അടുത്ത് വന്നിട്ട് പറയണേ ഞാൻ നിന്നെ പ്രേമിച്ചത് നിന്റെ പണം കണ്ടിട്ടാണെന്ന്. ഇവ അങ്ങനെ പറഞ്ഞോ? ഇവ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത്. ഹൗ ഡെയർ യു? ഇവനാ? ഏത് ഇവൻ? നിന്റെ ഇവനെ നിങ്ങൾ വിളിയൊക്കെ നിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ കേട്ടാ. എന്റെ സ്വഭാവം പറഞ്ഞത്. നിന്റെ സ്വഭാവം മാറുന്നതിന് മുമ്പേ എന്റെ ബേബി നിന്റെ അടുത്ത് ആ പറമ്പിലോട്ട് ഇടും. ബേബി, നിന്റെ കഴിവ് അങ്ങോട്ട് കാണിക്കും. അവന്റെ കഴിവ് എനിക്കാണ്. നീ കണ്ടാ മതി. Come on, man. അയ്യാ പിന്നെ കൊള്ളാലോ ഇയാളാണ്. Come on, man. എന്തൊരു കമോമേ? എന്തോന്നു നിന്റെ സ്വഭാവം മാറുന്നു. സ്വഭാവം മാറും. ഇത് ടച്ച് ചെയ്യരുത്. ഞാൻ വെറും ഇങ്ങോട്ട് തിരിഞ്ഞാ ഇങ്ങോട്ട് തിരിയടാ. അവനെ കണ്ട് പേടിച്ചു പോയിട്ട്. അവൻ പോണെങ്കിൽ പോട്ടെ, നമുക്ക് വീട്ടിലോട്ട് പോവാം. അതെ, വീട്ടിലോട്ടൊക്കെ പോവാം. പക്ഷെ അവിടെ ഒരു ആളുണ്ടല്ലോ, തോട്ടക്കാരൻ. അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ലേ? അങ്കിളാണോ? അങ്കിൾ ഇവിടെ ഇല്ല. അതുപോലെ നിന്നെ കണ്ടാലും മനസ്സിലാതിരുന്നാ പോരെ? എന്നെ കണ്ട് എങ്ങനെ മനസ്സിലാവാണ്ടിരിക്കാനാ? അതൊക്കെ പറ്റും. അതിനൊക്കെ എന്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. നീ കൂടെ നിൽക്കില്ലേ? ആണാ? ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഇവിടെ വിശാലമായിട്ട് ഇങ്ങനെ പറമ്പ് ഇങ്ങനെ കിടക്കില്ലേ, ഇവിടെ വെച്ച് എങ്ങനെ ചെയ്താ പോരെ? അയ്യേ, ഇവിടെ വെച്ചാ? എടാ, ഇതൊക്കെ പബ്ലിക്കായിട്ട് ചെയ്യേണ്ട കാര്യമാണോ? അല്ലേ? എന്നാ നമുക്ക് പോവാല്ലേ? വണ്ടി എടുക്കേ. ഓക്കെ, പിന്നെ ഓക്കെ ബേബി, ലെറ്റ്സ് ഗോ. ചാരുമോൾ ഇവിടെ ഇരിക്കുവായിരുന്നു. കൊള്ളാലെ ക്യൂടെക്സ്, നല്ല കളർ, നിനക്ക് ചേരും. ഐ നോ ദാറ്റ്. മൈ ഫിംഗേഴ്സ് ആർ സോ ബ്യൂട്ടിഫുൾ. അതെ, നല്ല ഭംഗിയുണ്ട്. എന്താ? അതെ, നിന്റെ കയ്യിലൊരു 500 മണീസ് എടുക്കാനുണ്ടോ? ഇല്ല. എടാ, ഇങ്ങനെ ടെപ്പനേന്ന് ഇങ്ങനെ പറയല്ലേ, ഒന്ന് ആലോചിച്ചിട്ട് പറ. ആലോചിക്കണോ? സോറി, എൻ്റെ ഇല്ല. നീ അടുത്ത മാസം വന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ഇതേപോലെ ഇല്ലാന്ന് പറയാം. മതിയോ? എന്തുവാടേ ഇങ്ങനെ കള്ളത്തരം പറയുന്നത്? ഒരു 500 എടുക്കാൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആര്? ദോ ഇരിക്കുന്നു. വേണേ കണ്ണാടി എടുത്ത് കാണിച്ചു തരാം, സ്വയം കാണാൻ പറ്റും. അയ്യാ, കയ്യിലില്ല. അതെ, എനിക്ക് ടോപ്പ് എടുക്കാനാണ്. ഒരു അമ്പലത്തിൽ ഞാൻ പാട്ട് പാടാൻ പോകുന്നു പറഞ്ഞില്ലായിരുന്നു? ഗാനകോകിലം. അപ്പൊ അതിന് എന്റെ ഈ ജീൻസും ടോപ്പും ഇട്ടുകൊണ്ട് പോയാൽ ശരിയാകത്തില്ല. അപ്പൊ എനിക്ക് പിന്നെ ചുരിദാർ ഇല്ലെന്ന് നിനക്ക് അറിയാലോ, ഞാൻ ഇവിടെ എത്തൂല്ലല്ലോ. ഇല്ല. അപ്പം നിന്റെ ഒരു ടോപ്പ് എനിക്ക് ഒരു വന്ന. എന്റെ ടോപ്പാ? നിനക്ക് എവിടെ കയറാനാട്? അതേ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടോളാടാ. പുതിയ സ്റ്റൈലാക്കി ഇടാനായിരിക്കില്ലേ ഓരോ സൈഡൊക്കെ കീറിയിട്ട്? അങ്ങനെയല്ല, അങ്ങനെയാണ്. വേണ്ടടാ. അയ്യോ, എന്റെ സാധനം നിനക്ക് കയറാൻ. അയ്യോ, എനിക്ക് ചിന്തിക്കാൻ വയ്യ. എന്തുവാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയത്. നീ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി എന്റെ സാധനത്ത് നീ കയറിയിരിക്കണത്.
എടാ ചളാക്കല്ലേ. ടീനെ, അങ്കിൾ ഇവിടെ ഉണ്ടോ? ഇല്ല, അമ്മാവൻ രാവിലെ കൊണ്ട് പോയത്, അവിടെ കാണുന്നില്ല. ഇതാരാ? ടീനയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്കിങ്ങനെ ചാരിറ്റി വർക്കൊക്കെ ഉണ്ടെന്ന്. അപ്പോ അതിന്റെ ഒരു ഭാഗമാണ് ഇത്. അന്ന് ഇതേപോലെ ചാരിറ്റിയുടെ പേരും പറഞ്ഞ് ഒരുത്തനെ ഇവിടെ കൊണ്ട് കയറ്റിയായിരുന്നല്ലോ. ആ ക്ഷീണമൊക്കെ മാറിയോ മോൾക്ക്? അതുപോലെയല്ലേ പിങ്കി, നീ വേറെ ആരെയാണ് കെട്ടിയത്? എടാ, അത് ശരിക്കും ഞാൻ ചാരിറ്റി ചെയ്തത് നിന്നോടാണ്. എടുത്തത്. നീ വാ. ഹലോ ഹലോ, എവിടെ പോണു രണ്ടും കൂടി? എന്റെ റൂമില്. എന്റെ റൂമിലോ? ഇതിന്റെ അകത്ത് കയറ്റി പോരുത്. വേവനെ വിളിച്ച് പോകാൻ നോക്ക്. നീ വാജിത്തു. ഒരു അകത്തേക്ക് പോകലുമില്ല. ഒന്നാമത്തെ ഇവിടെ അമ്മ അവനും കൂടി ഇല്ലാത്ത സമയമുണ്ട്. ലാസ്റ്റ് അമ്മാവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കിട്ട് ചീത്തേക്കാനാ. അമ്മാവൻ ഇവിടെ ഇല്ല, പിന്നെന്താ പ്രശ്നം? നീ വാ. അമ്മാവൻ ഇവിടെ ഇല്ലെങ്കിൽ തോന്നിവാസങ്ങൾ നടക്കുന്നല്ല. അമ്മാവൻ ഇവിടെ ഇല്ലെങ്കിൽ ഈ ചാരിമോളുണ്ട് നോക്കാൻ. ഇവനെയും വിളിച്ച് വേഗം പോവാൻ നോക്കു വെച്ചാൽ. അത്ര വലിയ പ്രശ്നമാണ്, നമുക്ക് വേറെ എവിടെയും പോവാം. കേട്ടാ, ആ ചെറുക്കന് മര്യാദ ഉണ്ട്. കണ്ടുപിടിക്കും. എന്ത് പ്രശ്നം? നീ പൊടി, നീ വാടാ. വാ. എടി ചാരു, അവരെന്തിനാ കാത്തോട്ട് പോയിട്ടുണ്ടാവോ? എനിക്കറിയോ. ആയിരിക്കും. വാ. എന്നാലും അവര് എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചിട്ടുണ്ടാവൂടി? അവരെന്തോ വിചാരിച്ചിട്ട് നമുക്കെന്താ? നമുക്ക് എന്തായാലും ഹോട്ടൽ റൂമിനേക്കാൾ എത്രയും നല്ലത് നമ്മുടെ ഈ റൂമല്ലേ? അത് ശരിയാ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഞാൻ റെഡിയാ. പിന്നെ ഞാനും റെഡിയാ. ഇരിക്കേ. ഇവിടെ ഇരിക്കാം അല്ലേ? ജിത്തു, കുഴപ്പമൊന്നും ആയിട്ടില്ലല്ലോ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. മറ്റേ സാധനം കൊണ്ടുവരാൻ മറന്നു കേട്ടാ. എനിക്ക് തോന്നി എൻ്റെ ഉണ്ട്. എന്താ ഇടുക്കി എടുക്കുന്ന വീട്ടും? ഗുഡ് ഗേൾ. നീ ചെവിയിൽ വെച്ചോ. ബ്ലൂടൂത്ത് ഓണോ? ബ്ലൂടൂത്ത് ഓണോ? ഇതാണ് സോങ്. ഇതാണോ? ആ, തുടങ്ങാം. ഞാൻ റെഡിയാ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. 1, അത് ഫസ്റ്റ് ലെഗ് എടുത്ത് നോക്കണം അങ്ങോട്ട്. 1 and 2. 2. ഓക്കെ, 3 and 4. പിന്നെ ഇപ്പം കൈയും കൂടി മിക്സ് ചെയ്യാം. 1 and 2, 3 and 4. അങ്ങോട്ട് തിരിഞ്ഞേക്കിടി. അങ്ങോട്ട് തിരിയണം. ഇങ്ങോട്ട്. ഇത് നീ കാലം സ്ട്രെച്ച് ചെയ്ത് വെക്കാത്തോണ്ടാണെന്ന പ്രശ്നം. അത് പറ്റും. അതുപോലെ ഒന്നുകൂടെ സ്ലോ ആയിട്ട്. സ്ലോ ആയിട്ട്. ഓക്കെ. എന്തോ അജിത്തു? ഓക്കെ ഓക്കെ ഓക്കെ. അതിനാ തിരിഞ്ഞു. നീ ഒന്ന് സ്ലോ ആയിട്ട് ചെയ്യ്. സ്ലോ ഇത് കുറച്ച് എനർജിയിൽ ചെയ്യണോ? ഇത് ടീന, എന്താ അവരകത്ത് ചെയ്യണ്ടാവുക? എൻജോയ് ചെയ്യുവാടി. മതിയാ? റെസ്റ്റ് എടുക്ക്. ഞാൻ പോട്ടെ. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റ് എടുത്തു. സോ ഹോട്ടാ. തളർന്നു പോയി. ഭയങ്കര ചൂട് ഇവിടെ. എങ്കിൽ നമ്മൾ വിചാരിച്ച പാർട്ടി അല്ലട്ടോ.